മനുഷ്യൻ്റെ ആയുസ് അവൻ്റെ കയ്യിലല്ല. അവൻ ജനിച്ചതും അവൻ്റെ അവകാശപ്രകാരമല്ല. അവൻ്റെ ജീവിതം അവസാനിക്കുന്നതും അവൻ്റെ ആഗ്രഹപ്രകാരമല്ല. അത് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ദൈവമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വേറെ എന്തൊരു സംവിധാനമെന്ന് വിശ്വസിക്കാത്തവരും ഒക്കെ ചിന്തിക്കുന്നു. എന്തുമാവട്ടെ, ഒരു കാര്യം സത്യമാണ്: ജനനം ആരുടെയും കയ്യിലല്ല, മരണവും ഒരിക്കലും ആരുടെയും കയ്യിലല്ല. ജനിക്കാൻ അനുവദിച്ചവൻ തന്നെയാണ് ആയുസ്സിൻ്റെ ദൈർഘ്യവും നിശ്ചയിക്കുന്നത്. എന്തിനു വേണ്ടി ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം നീട്ടിത്തരുന്നു? ജനിക്കാൻ അനുവദിച്ചവൻ ഒരിക്കലും ഈ വ്യക്തിക്ക് ഇത്രയാണ് ആയുസ് എന്ന് നിർണയിച്ചുകൊണ്ടല്ല ജന്മം അനുവദിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാം ക്ഷണിച്ചു വരുത്തുന്ന പ്രശ്നങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ദുരന്തങ്ങൾക്കോ ഈ സൃഷ്ടാവിനെ പഴി ചേരാറുണ്ട്, അല്ലെങ്കിൽ വിധിയെ പഴി ചേരാറുണ്ട്. അങ്ങനെ ഒരു വിധി ദൈവം നിശ്ചയിച്ചിട്ടില്ല. ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് അത് ജനിക്കാൻ അനുവദിച്ച് ജീവിക്കാൻ അവസരം തന്ന് ആ ജീവിക്കുന്ന വ്യക്തിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നീ ജീവിക്കുന്നതനുസരിച്ച് നിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യവും നിനക്ക് തീരുമാനിക്കാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യവും തന്നിരിക്കുകയാണ്. ആ ദൈർഘ്യം ആത്യന്തികമായിട്ട് ആ നിത്യതയെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് ദൈർഘ്യത്തെക്കുറിച്ചുള്ള സൃഷ്ടാവിൻ്റെ ആത്യന്തിക അവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തുമാവട്ടെ, ഞാനിവിടെ ചിന്തിക്കാൻ ഉദ്ദേശിച്ച ഏക കാര്യം, എന്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ആ സൃഷ്ടാവ് നീട്ടിത്തരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ ഒരേ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നീ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ടും നിനക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഥയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തോടു കൂടിയാണ് ഇന്നലെ നിൻ്റെ ജീവിതം നീ ഉറങ്ങാൻ പോകുന്ന സമയത്ത് തീർന്നത് എന്നുണ്ടെങ്കിൽ, നീ വിശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് ഒരു പ്രഭാതം തരുന്നത് ആ ചെയ്യാൻ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് നിനക്ക് ആയുസ്സിന് ഒരു മുഴം നീട്ടിത്തന്നുകൊണ്ട് ഓരോ ദിവസവും തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മൾ കാണുന്നത്, എനിക്ക് ഇനിയും എന്നിൽ നിന്ന് എന്തോ എൻ്റെ സൃഷ്ടാവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും, ആ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഞാൻ ഇപ്പോഴും ചെയ്തു തീർത്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് ഒരവസരം കൂടെ എനിക്ക് ലഭിച്ചിരിക്കുകയാണെന്നും, ഈ അവസരവും ഞാൻ വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് തിരിച്ചു പിടിക്കാനാവാത്ത വിധമുള്ള ദുഃഖത്തിലേക്കായിരിക്കും ഞാൻ മാറുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി, ഇപ്പോഴാണ് ഇതാണ് എൻ്റെ സമയം എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ഏറ്റവും നന്നായും ഏറ്റവും ഭംഗിയായും ഏറ്റവും മഹത്വപൂർണ്ണമായും നിർവഹിക്കാൻ ഉള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഓരോ പ്രഭാതവും നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഒരാഗ്രഹവും നമ്മുടെ പ്രയത്നവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ സൃഷ്ടാവായ ദൈവം നോക്കിക്കോളും. only when we do our best we can legitimately leave the rest to God. അല്ലാത്ത പക്ഷം അവിടെയും നാം ദൈവത്തെ പഴിചാരിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വീഴ്ചകൾക്കും നമ്മുടെ കുറവുകൾക്കും, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പിനും നമ്മുടെ മടിക്കും നമ്മുടെ നെഗ്ലിജൻസിനുമൊക്കെ ദൈവത്തെ പഴിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.